അസ്സലാമു അലൈക്കും. യഥാർത്ഥ സൃഷ്ടാവിനെ പറ്റിയിട്ട് വ്യക്തമാക്കി തരുന്ന ഒരു ഭാഗമാണ് വിശുദ്ധ ഖുർആനിലെ അധ്യായം 23 സൂറ അൽ മുഅ്മിനൂനിൽ 78 മുതലാണ് തുടങ്ങുന്നത്. അവനാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവും ഉണ്ടാക്കി തന്നവൻ. കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. അവനാകുന്നു ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ച് വ്യാപിപ്പിച്ചവൻ. അവന്റെ അടുക്കളയിലേക്കാകുന്നു നിങ്ങളുടെ ഒരുമിച്ച് കൂട്ടലും. അവൻ തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. രാപ്പകലുകളുടെ വ്യത്യാസം അവന്റെ നിയന്ത്രണത്തിൽ തന്നെയാകുന്നു. അതിനാൽ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? 84 പറയുന്നത്, നബിയെ ചോദിക്കുക, ഭൂമിയും അതിലുള്ളതും ആരുടേതാണ്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയൂ. അവർ പറയും, അള്ളാഹുവിൻ്റെതെന്ന്. നീ പറയുക, എന്നാൽ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? ഈ ആകാശങ്ങളുടെയും രക്ഷിതാവും മഹത്തായ സിംഹാസനത്തിന്റെ രക്ഷിതാവും ആരാകുന്നു? അവർ പറയും, അള്ളാഹുവിനാകുന്നു. എന്നാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? നീ ചോദിക്കുക, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ഒരുവന്റെ കൈവശത്തിലാണ്. അവൻ അഭയം നൽകുന്നു. അവനെതിരായി എവിടെ നിന്നും അഭയം ലഭിക്കുകയില്ല. അങ്ങനെയുള്ളവൻ ആരാണ്? നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. അവർ പറയും, അള്ളാഹുവിനുള്ളതാണ്. നീ ചോദിക്കുക, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മായാ വലയത്തിൽ പെട്ടുപോകുന്നത്? അതിൽ 91 പറയുന്നത്, അള്ളാഹു യാതൊരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല. അവനോടൊപ്പം യാതൊരു ദൈവവും ഉണ്ടായിട്ടില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഓരോ ദൈവവും താൻ സൃഷ്ടിച്ചതുമായി പോയി കളയും. അവരിൽ ചിലർ ചിലരെ അടിച്ചമർത്തുകയും ചെയ്യുമായിരുന്നു. അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അവൻ അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാവുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാ കാര്യങ്ങളും സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തിലാണ് ചെയ്യുന്നത്. അവനാണ് ചെയ്യുന്നത്. അവന് പുറമെ മറ്റൊരാൾ നമുക്ക് അത് നേടിത്തരാനില്ല. എല്ലാം വ്യക്തമായിട്ട് നമുക്ക് കാഴ്ചയും കേളിയും ഹൃദയം ഒക്കെ ഉണ്ടാക്കി തന്ന സൃഷ്ടാവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വലയം ചെയ്യുന്നുണ്ട്. അവന്റെ കൈകളാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഈ കാര്യങ്ങൾ തന്നെയല്ലേ നമ്മൾ ഭഗവത്ഗീതയെന്നും ബൈബിളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ പറയുന്നുണ്ടല്ലോ, സൃഷ്ടാവിന് എങ്ങനെ സന്താനം ഉണ്ടാവുക? ഇത്രയും കാര്യങ്ങൾ തന്നെ എത്ര വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് യഥാർത്ഥ സൃഷ്ടാവിനെ പറ്റിയിട്ട്. ഈ ഒരു സൃഷ്ടാവിനെ വിശ്വസിക്കാനും സ്വീകരിക്കാനല്ലേ നമ്മൾ വിശുദ്ധ ഖുർആൻ നമ്മൾ പറയുന്നത്.